വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 21 25 മുതൽ 38 വരെ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഈ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂമിയിലും വസിക്കുന്ന ഏവർക്കും വരും. എന്നാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അവൻ ദിവസേന പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് അതികാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന നിലയിലാണ് താൻ പഠിപ്പിച്ചത്. ഇന്നും നാം അത് വായിക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ താൻ പഠിപ്പിച്ചത് വളരെയധികം നാൾ ദൈവവചനം പഠിക്കുകയും ചെയ്ത ആളുകളെ പോലും കുഴയ്ക്കുന്നവയാണ്. അത്തരത്തിലുള്ള ഒരു ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിൽ വെച്ച് ഭാവി കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ. ഇവ വ്യാഖ്യാനിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം 21 അധ്യായത്തിൻ്റെ 32 വാക്യമാണ്. സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് വളരെയധികം കുഴപ്പിക്കുന്നൊരു വാക്യമാണ്. യേശു ഇത് പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോട്, താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ആളുകളോട്. അവർ മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സംഭവിക്കും എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നുക. അങ്ങനെയൊരു അർത്ഥമെടുത്താൽ ആകാശത്തിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ ഒക്കെ ലക്ഷ്യങ്ങൾ കണ്ടോ? കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടായോ? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലതും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ 32 വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നത്. അതിന് വളരെ എളുപ്പത്തിലുള്ള ഒരു വ്യാഖ്യാനമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം എന്ന മുൻവിധിയോടുകൂടെ തന്നെ നമുക്ക് പഠിക്കാം. പക്ഷേ ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ ലളിതമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മനസ്സിലാകുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും അത് നമ്മോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യാം. അത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഈ ആമുഖത്തോടു കൂടി നമുക്ക് ഇന്ന് വായിച്ച ഭാഗത്തേക്ക് നോക്കാം. 25 വാക്യത്തിൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും എന്ന് വായിക്കുന്നു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം
ഉണ്ടാകും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. കർത്താവ് ഇത് പറഞ്ഞ കാലത്ത് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവയൊക്കെ കണ്ടു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കി. ദൂരദർശനം ഉപയോഗിച്ച് പലതും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്തിന്, ചന്ദ്രനിൽ മനുഷ്യൻ പോവുകയും ചെയ്തു. എന്നാൽ കർത്താവ് അന്ന് പറഞ്ഞത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാവും. നാം ഇതിനു മുമ്പ് പറഞ്ഞ ആ പാഠത്തിൽ കേട്ടതുപോലെ കർത്താവ് അറിയാതെ, കർത്താവ് നിയമിക്കാതെ ഈ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. 33 വർഷം മാത്രം പാലസ്തീനിൽ ജീവിച്ചിരുന്ന യേശു എന്ന യഹൂദ യുവാവ് പറയുകയാണ്, സൂര്യനും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും, കടലിൽ മുഴക്കമുണ്ടാകും. ഇതൊക്കെ എങ്ങനെ തനിക്ക് പറയാൻ കഴിഞ്ഞു? ഇതിനൊരു ഉത്തരവേ ഉള്ളൂ. ഈ പ്രകൃതിയിൽ നാം കാണുന്ന വസ്തുവകളെ മുഴുവൻ നിർമ്മിച്ച സൃഷ്ടാവാണ് ഇത് പറയുന്നത്. തനിക്കിതിൻ്റെ മേലെല്ലാം അധികാരം ഉണ്ട്. ദേവാലയത്തിൽ കച്ചവടക്കാരെ പുറത്താക്കുവാൻ തനിക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചവരാണ് മഹാപുരോഹിതന്മാർ. എന്നാൽ യേശു തൻ്റെ പ്രവൃത്തിയിലൂടെ, തൻ്റെ പഠിപ്പിക്കലിലൂടെ തെളിയിച്ചത് ദേവാലയത്തിന്മേൽ മാത്രമല്ല, മനുഷ്യൻ്റെ മേലും, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെ മേലും, അവരുടെ ശരീരത്തിന്മേലും, പ്രകൃതി ശക്തികളുടെ മേലും, എന്തിന്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകളുടെ മേലും തനിക്ക് അധികാരമുണ്ട്. കാരണം താൻ സൃഷ്ടിച്ചവനാണ്. അത് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ കടലോ കടലിലുള്ള തിരമാലകളോ ആകട്ടെ, എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണ്. തനിക്ക് ഈ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ട്. അവയിൽ അടയാളങ്ങൾ വയ്ക്കുവാൻ തനിക്ക് സാധിക്കും. അത് താൻ ചെയ്യും. പിന്നെ നാം വായിക്കുന്നത്, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. കടലിൻ്റെ തിര, ഓളം, ഇതിൻ്റെ ശബ്ദം കേട്ട് ആളുകൾക്ക് പരിഭ്രമം ഉണ്ടാകുമോ? സുനാമി തിരമാലകൾ കണ്ടവരോട് ചോദിച്ചാൽ അവർ പറയും പരിഭ്രമം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ലോകത്തിൽ അറിയപ്പെട്ടുള്ളതിൽ ഏറ്റവും വലിയ സുനാമി ഉണ്ടായത് ക്രക്കട്ടോവ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചപ്പോഴാണ്. അന്ന് മാധ്യമങ്ങളൊന്നും ഇത്രയധികം വളർന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പടങ്ങളൊന്നും വീഡിയോയൊന്നുമില്ല. എങ്കിലും അത് കണ്ട ആളുകൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 40 കിലോമീറ്റർ ചുറ്റളവിൽ ജീവിച്ചിരുന്ന എല്ലാ ആളുകളും ഈ ശബ്ദം കേട്ടത് നിമിത്തം അവരുടെ ഇയർ ഡ്രം പൊട്ടിപ്പോയി. പിന്നീട് അവരൊന്നും കേട്ടിട്ടില്ല. അത്ര ഭയങ്കര ശബ്ദമാണ് ആ അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ഉണ്ടായത്. ഈ അഗ്നിപർവ്വതം പൊട്ടിയത് കടലിൽ ഉണ്ടായിരുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപ് പൊട്ടിത്തെറിച്ച് അത് പിന്നീട് ഇല്ലാതായി. ക്രക്കട്ടോവ എന്ന് പറയുന്ന ആ അഗ്നിപർവ്വതം മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഗ്നിപർവ്വതവും ഏറ്റവും വലിയ ശബ്ദവും എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അന്നുണ്ടായ സുനാമി തിര വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അത് കാണുവാനും കേൾക്കുവാനും ഇടയായ ആളുകൾ വളരെയധികം പരിഭ്രമിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ അതിശക്തമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി ഭൂമി നശിക്കുവാൻ പോവുകയാണ് എന്ന് ആളുകൾക്ക് തോന്നുമ്പോൾ അവർക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഭൂമി നശിക്കുന്നു എന്നറിഞ്ഞ് പരിഭ്രമിക്കുന്നവരാരാണ്? പരിഭ്രമിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, അവർക്കുള്ളതെല്ലാം ഈ ഭൂമിയിലായിരുന്നു. അതുകൊണ്ടാണ് അവർ നിരാശപ്പെടുന്നത്. അവർക്കുണ്ടായിരുന്നതെല്ലാം നശിച്ചു പോകും എന്ന നിരാശ, ആ പരിഭ്രമം. അതുതന്നെയാണ് 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ആകാശത്തിലും വലിയ അടയാളങ്ങൾ കാണുന്നു. പ്രകൃതിയിൽ വലിയ അപകടങ്ങളുണ്ടാകുന്നത് പോലെ അവർക്ക് തോന്നുന്നു. ഭൂമി നശിച്ചു പോകും എന്ന തോന്നൽ അവർക്കുണ്ടാക്കി കഴിയുമ്പോൾ അവർ നിർജീവന്മാരാകും. കാരണം അവരുടെ എല്ലാ ആശയും പ്രതീക്ഷയും അവരുടെ എല്ലാ നിക്ഷേപങ്ങളും ഈ ഭൂമിയിലാണ്. ഭൂമി നശിച്ചാൽ എല്ലാം തീർന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചില വിശ്വാസികൾ, ക്രിസ്തു വിശ്വാസികളും ഉണ്ട് എന്നതാണ്. ഈ ഭൂമി നശിച്ചാൽ അവർക്കുള്ളതെല്ലാം നശിക്കും. അങ്ങനെയുള്ള ആളുകൾ, നിങ്ങൾക്ക് ലോത്തിൻ്റെ കഥ ഓർമ്മയുണ്ടല്ലോ. ലോത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ സോതോമിലായിരുന്നു. അത് അവനും അറിയാമായിരുന്നു, അവൻ്റെ ഭാര്യയ്ക്കും അറിയാമായിരുന്നു. സോതോം നശിപ്പിച്ച് കളയാൻ പോകുന്നു എന്ന് ദൈവം തീരുമാനിച്ചപ്പോൾ, ലോത്തിനെ രക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ
ലോത്ത് രക്ഷപ്പെട്ടെങ്കിലും ലോത്തിനുള്ളത് മുഴുവൻ നശിച്ചുപോയി. കാരണം അവൻ്റെ നിക്ഷേപം മുഴുവൻ സൊദോമിലായിരുന്നു. ചില വിശ്വാസികളും ഇങ്ങനെയാണ്. അവരുടെ നിക്ഷേപം മുഴുവൻ ഈ ഭൂമിയിലാണ്. ഭൂമി നശിച്ചു പോകുന്നു എന്നവർക്ക് തോന്നിയാൽ അവർ നിർജീവന്മാരാകും. അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും ഇല്ലാതെയാകും. അങ്ങനെ ഉള്ള വിശ്വാസികൾ സൂക്ഷിക്കണം. 27-ാം വാക്യത്തിൽ പിന്നെ നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ, സുവിശേഷം തിരസ്കരിക്കുന്നവർ, അവർ യേശുക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവുമായൊരു എൻകൗണ്ടർ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പാപമോചനത്തിനായി വരാത്തത്. അങ്ങനെ ചെയ്യാത്തവർക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമേ ഇല്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ യേശുക്രിസ്തു മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് കാണും. ഇത് കാണുമെന്നുള്ള കാര്യം ഇത്ര ഉറപ്പാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവനുമായി ഒരു ഇടപെടി നേരത്തെ ചെയ്യുന്നില്ല? അതിന് അവർക്ക് മനസ്സില്ല. പക്ഷേ 27-ാം വാക്യത്തിൽ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ വരുന്ന കാര്യമല്ല, മറിച്ച് തൻ്റെ വരവിന് മുമ്പ് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. അത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, യെരുശലേം പിടിക്കപ്പെടും, നശിപ്പിക്കപ്പെടും, അതുപോലെ തന്നെ ഭൂമിയിൽ, ആകാശത്തിൽ, നക്ഷത്രത്തിൽ, സൂര്യനിൽ, ചന്ദ്രനിലൊക്കെ അടയാളങ്ങളുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യർ പരിഭ്രമിച്ച് നിർജീവന്മാരായി തീരുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാർ അവർ എന്ത് ചെയ്യണം? അവരുടെ പ്രതികരണം ഈ മനുഷ്യർ, ഈ ഭൂമിയിലുള്ള ആളുകൾ ചെയ്യുന്നതിൽ നിന്നും വിരുദ്ധമായിരിക്കും. അവർ ധൈര്യപൂർവ്വം നിവർന്ന് തലപോക്കും. കാരണം അവരുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ത്യകാല സംഭവങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപായി ഉണ്ടാകുന്ന അടയാളങ്ങൾ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നുണ്ടോ? അതോ നിങ്ങൾ തല ഉയർത്തുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് നിർജീവന്മാരാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ നിക്ഷേപങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ തന്നെയാണെന്നാണ്. എന്നാൽ കർത്താവ് വരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. നിങ്ങൾ നിവർന്ന തല ഉയർത്തുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ്. ആ നിലയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ശേഷം താൻ ഒരു ഉപമ പറഞ്ഞു. അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. 29-ാം വാക്യം. അത്തിയെ നോക്കുവിൻ എന്നല്ല പറഞ്ഞ്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ. എന്തുകൊണ്ടാണ്? അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനലെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു എന്ന് നിങ്ങൾ അറിയും. അതിന് പ്രവചനമൊന്നും പഠിക്കണ്ട, ബയോളജി പഠിക്കണ്ട, സാമാന്യ ബുദ്ധി മതി. വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിന് മുൻപായി നടക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞ ചില ലക്ഷണങ്ങൾ, അവ കാണുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. വേനൽ അടുക്കുന്നു എന്ന് പറഞ്ഞാൽ വേനൽ ഒരു ദിവസമല്ല, ഒരു സീസണാണ്. അത് പെട്ടെന്ന് വരികയില്ല, കുറേ സമയം കൊണ്ടാണ് വരുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒട്ടനെ വേനലെടുത്തു എന്ന് പറഞ്ഞ് ഭയപ്പെടുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, അതിനു വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷണങ്ങൾ. പിന്നീട് താൻ പറഞ്ഞു, ഇതൊക്കെയും സംഭവിക്കുവോളം, സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങൾക്കെല്ലാം ഭാഗികമായൊരു നിവൃത്തി ഒരുപക്ഷെ AD 70 തന്നെ ഉണ്ടായിക്കാണും. യെരുശലേം നശിപ്പിക്കപ്പെട്ടു, ശത്രുക്കൾ അതിനെ കീഴടക്കി, ജാതികൾ യെരുശലേമിനെയും ദേവാലയത്തെയും ചവിട്ടിക്കളഞ്ഞു. നക്ഷത്രങ്ങളിലും ചന്ദ്രനിലും സൂര്യനിലും അടയാളങ്ങൾ ഉണ്ടായോ എന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെക്കുറിച്ച് നാം ഒന്നും വായിച്ചിട്ടില്ല. എന്നാൽ
ദേവപുത്രൻ വന്നില്ല. കഴിഞ്ഞ 2000 വർഷമായി നാം കാത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വരവിനോട് നാം 2000 വർഷം കൂടി അടുത്തിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ നാം തീർച്ചയായും ഒരുങ്ങിയിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആകാശത്തും ഭൂമിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആകാശത്ത് ഇതുവരെ കാണാത്ത കാര്യങ്ങൾ സംഭവിക്കും, ഭൂമിയിലും ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അതേ കൂടെ തന്നെ താൻ പറയുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി. ഇതൊക്കെ നശ്വരങ്ങളായ കാര്യങ്ങളാണ്, ആകാശവും ഭൂമിയും. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിസ്തുലതയാണ് നാം ഇവിടെ കാണുന്നത്. അതിനുശേഷം 34 വാക്യത്തിൽ ശിഷ്യന്മാരുടെ നേരെ യേശു തിരിഞ്ഞിട്ട് താൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. മനുഷ്യപുത്രൻ്റെ വരവ് നിങ്ങൾക്കൊരു കണിയായി തീരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടും. ഹൃദയം ഭാരപ്പെട്ടാൽ, ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടായാൽ ഇതൊരു കണിയാവും. എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുന്നത്? 3 കാര്യങ്ങളോട് പറയുന്നു: അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. യേശു ഇത് പറയുന്ന കാലത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തിൽ പട്ടിണിയിലായിരുന്നു. അവർക്ക് ഒരു കഷ്ണം അപ്പം കിട്ടിയാൽ ധാരാളം. എന്നാൽ അതേ സമൂഹത്തിൽ തന്നെ ധനികന്മാരായ ആളുകൾ വളരെയധികം ഭക്ഷണം കഴിക്കുകയും അമിത ഭക്ഷണം കഴിക്കുകയും സുഖലോലുപന്മാരായി ജീവിക്കുകയും ചെയ്തിരുന്നു. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ നാം അത് വായിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ആഡംബരം കാണിക്കുന്നത് ഭക്ഷണത്തിലാണ്. ആവശ്യമുള്ളതിൽ അധികം ഭക്ഷണം അവർ കഴിക്കുക. അവർ ആഡംബരപ്രിയരായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിൽ അവരവരുടെ ആഡംബരം കാണിച്ചിരുന്നു. രണ്ടാമത് മദ്യപാനം. മദ്യപാനം എന്ന് പറയുന്നത് ഒരു വിനോദോപാധിയാണ്. വീഞ്ഞ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതെന്നാണല്ലോ നാം വായിക്കുന്നത്. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, വിനോദം. ആഡംബരം, വിനോദം. അത് കഴിഞ്ഞ് ഉപജീവന ചിന്ത. ഇത് പക്ഷേ നിങ്ങൾക്ക് തോന്നും, ഇതിൽ എന്താ തെറ്റ്? നാം എങ്ങനെ ജീവിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കണ്ടേ? നാം ജോലി ചെയ്ത് ജീവിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, ശരിയാണ്. പക്ഷേ ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അത് മാത്രം ജീവിത ലക്ഷ്യം. അതാണ് ഉപജീവന ചിന്ത. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ആഡംബരം, വിനോദം, ഉപജീവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുക, ഈ 3 കാര്യങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തും. ഈ 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായാൽ കർത്താവിൻ്റെ വരവ് അവർക്കൊരു കണിയായിട്ട് തീരും. എന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയോ ചെയ്യില്ല. അതിൽ നിന്ന് അവരെ തടയുന്നത് ആഡംബരം, വിനോദം, ജീവന ചിന്തകൾ. പ്രിയ സുഹൃത്തേ, ആഡംബരം ഒരു പാപമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ ഞാൻ പറയൂ. പക്ഷേ ആഡംബരത്തിന് വേണ്ടി ജീവിക്കുന്നത് പാപമാണ്. ഭക്ഷണം പാപമാണോ? അല്ല. അമിത ഭക്ഷണം തീർച്ചയായും പാപമാണ്. വിനോദം പാപമാണോ? അല്ല. മനുഷ്യന് വിനോദം ആവശ്യമാണ്. എന്നാൽ വിനോദത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വിശ്വാസികൾ, നാം ജോലി ചെയ്യുന്നത് തെറ്റാണോ? അല്ല. എന്നാൽ ഉപജീവനം, എൻ്റെ ജോലി, എങ്ങനെ ഞാൻ വരുമാനം ഉണ്ടാക്കും, എങ്ങനെ ഞാൻ കാര്യങ്ങൾ ചെയ്യും, ഇതേക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ, അവർ ചെയ്യുന്നത് ശരിയല്ല. അവരുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നു. അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നില്ല. എങ്ങനെയാണ് നമുക്കിതിൽ നിന്നും വിടുതൽ ലഭിക്കുക? അതേ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അത് സർവ്വഭൂമിയിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ളത് എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. അതിൻ്റെ അർത്ഥം നാം ഒരിക്കലും ഉറങ്ങരുതെന്നാണോ? അല്ല. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ബി അലേർട്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാം ഉറങ്ങുകയാണ്. ചില ആളുകൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മട്ടിലാണ് ജീവിക്കുന്നത്. അത് ഭൗതിക ജീവിതത്തിൽ ശരിയല്ല. അപകടത്തിൽ ചെന്ന് ചാടും.
ഒരു വണ്ടി ഓടിക്കുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിച്ച് ആരും ഓടിക്കില്ല. ആ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ, അതിൻ്റെ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർ വണ്ടി ഓടിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഭൗതിക ജീവിതം. ആത്മീയ ജീവിതത്തിലും ഇങ്ങനെ നാം വിവേകത്തോടു കൂടി പെരുമാറണം. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് അപകട സമയത്തും നാം തയ്യാറായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മീയ കാര്യത്തിൽ നാം ഉണർന്നിരിക്കണം. നാം അപകടങ്ങളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അതിന് എതിരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായിരിക്കുകയും വേണം. രണ്ടാമത് നാം വായിക്കുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവാശ്രയമുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നോക്കിയാണ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നിങ്ങൾ സ്വയബുദ്ധിയിൽ ആശ്രയിക്കുന്നവരാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കില്ല. നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, ദൈവത്തിൽ ആശ്രയിക്കില്ല. ഇവിടെ ശിഷ്യന്മാർ സദാകാലവും ചെയ്യേണ്ട 2 കാര്യം. ഒന്ന്, ഉണർന്നിരിക്കുക. എന്താണ് അവർക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് വിവേകത്തോടുകൂടി മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുക. രണ്ടാമത്, പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് രണ്ടും വേണം, രണ്ടും ആവശ്യമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഇനി ഞാനൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന മനോഭാവം ശരിയല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും ശരിയല്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഈ അധ്യായം തീരുന്നത് കർത്താവ് ആ ദിവസങ്ങളിൽ ചെയ്തത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്കകം, എന്ന് വെച്ചാൽ 2 ദിവസത്തിനകം കർത്താവ് ക്രൂശിക്കപ്പെടും. ആ സമയത്ത് തൻ്റെ ജീവിതചര്യ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിൽ ചെല്ലും, ആളുകളെ ഉപദേശിക്കും. വൈകുന്നേരം ആളുകൾ വീട്ടിൽ പോകും. യേശു യെരുശലേമിനടുത്തുള്ള ഒലിവ് മലയിലേക്ക് പോയി അവിടെ രാവാർത്തു എന്നാണ് നാം വായിക്കുന്നത്. അവിടെ ഒരു വീടുണ്ടായിരുന്നോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ രാവിലെ താൻ വീണ്ടും ദേവാലയത്തിൽ വന്നു. ദേവാലയം എൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന് തല ചായ്ക്കാൻ സ്ഥലമില്ലായിരുന്നു. താൻ ഒലിവ് മലയിൽ പോയി പാർത്തു എന്ന് വായിക്കുന്നു. താൻ എവിടെ ഉറങ്ങി ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ കർത്താവ് ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയാണ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, കടലിലുണ്ടാകുന്ന കാര്യങ്ങൾ, ഭൂമിയിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. പക്ഷേ താനൊരു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ താൻ തന്നെ പറഞ്ഞത്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. തൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നതിന് 2 ദിവസം മുമ്പ് പോലും താനൊരു വെളിംപ്രദേശത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെ നമുക്ക് വേണ്ടി താണ് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു തന്ന ഈ രക്ഷിതാവിനെ തിരസ്കരിക്കുക എന്നത് വലിയ ഒരു പാതകം തന്നെയാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957. വചനദീപം